10ാം ക്ലാസ്സിലേക്കുള്ള ഹിക്മ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം 2. സൂറ യാസീനിൽ ഉണങ്ങി വളഞ്ഞ ഈന്തപ്പനക്കുലയുടെ തണ്ട് പോലെയായി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ചന്ദ്രൻ. സൂറ യാസീനിൽ കപ്പലിന് ഉപയോഗിച്ച പദമേത്? ഫുൽക്ക്. സൂറ യാസീനിൽ ഏതിൻ്റെയെല്ലാം തോട്ടങ്ങളുണ്ടാക്കിയെന്നാണ് പറയുന്നത്? ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും. അന്ത്യനാളിൽ മനുഷ്യാവയവങ്ങളിൽ എന്ത് സംസാരിക്കുമെന്നാണ് സൂറ യാസീനിൽ പറയുന്നത്? കൈകൾ. നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല. ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവനാണ് അള്ളാഹു എന്ന് ഏത് സൂറത്തിലാണ് പറയുന്നത്? സൂറ യാസീൻ 80-ാമത്തെ ആയത്ത്. സൂറ യാസീനിൽ എത്ര ആയത്തുകളുണ്ട്? 83. സൂറ യാസീൻ ഖുർആനിലെ എത്രാമത്തെ ജുസുകളിലാണ് ഉള്ളത്? 22, 23 ജുസുകളിൽ. മരണാസന്നമായ രോഗിക്ക് ഏത് സൂറത്ത് ഓതിക്കൊടുക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സൂറ യാസീൻ. ഖുർആൻ മനഃപ്പാഠമായ ഒട്ടേറെ മുസ്ലിങ്ങൾ ഷഹീദായ യുദ്ധമേത്? യമാമ യുദ്ധം. നോബൽ സമ്മാന ജേതാവായ തവക്കുൽ കർമാൻ ഏത് രാജ്യക്കാരിയാണ്? യമൻ. മനാമ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ബഹ്റൈൻ. ഭൂവിസ്തൃതിയിൽ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമേത്? കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാൻ്റെ പ്രസിഡന്റ് ആരാണ്? കാസിം ജോമാർട്ട് ടോക്കയേവ്. 2022 രൂപം കൊണ്ട രാജ്യമാണ് കൊസോവോ. 88% മുസ്ലിങ്ങളുള്ള കൊസോവോ ഏത് യൂറോപ്യൻ രാജ്യത്തു നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? സെർബിയ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ലിയോപോൾഡ് വെയ്സ് എന്നു പേര്. ഉക്രൈൻ നഗരമായ ലിവിവിൽ ജനിച്ച് സ്പെയിനിൽ മരണം. റോഡ് ടു മക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഈ വ്യക്തി? മുഹമ്മദ് അസദ്. ചിന്തകൻ, ഡോക്യുമെൻ്ററി സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഹാറൂൻ യഹ്യ ഏത് രാജ്യക്കാരനാണ്? തുർക്കി. മുസ്തഫ അഖാദ് സംവിധാനം ചെയ്ത ലയൺ ഓഫ് ഡിസേർട്ട് എന്ന സിനിമ ഏത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുള്ളതാണ്? ലിബിയ. സലീം അലി രചിച്ച ദ ഫാൾ ഓഫ് എ സ്പേറോ എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആത്മകഥ. അറബി മലയാള ലിപിയിൽ എഴുതിയ ആദ്യത്തെ മലയാള നോവലേത്?
ചാർ ദർവേഷ്, ഗുലാം അലി, നുസ്രത്ത് ഫതഹ് അലി ഖാൻ, മെഹ്ദി ഹസൻ എന്നിവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായത്? ഗസൽ ഗായകർ. പ്രശസ്ത ഷഹനായി കലാകാരനായ ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യ മുസ്ലിം ആരാണ്? ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു ഡോക്ടർ സാക്കിർ ഹുസൈൻ? മൂന്നാമത്തെ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ പുതിയ പേരെന്ത്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. 2022 ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് എത്ര സ്റ്റേഡിയങ്ങളാണ് ഉള്ളത്? 8. കെമിസ്ട്രിയുടെ പിതാവ് എന്ന വിശേഷണം ഗബർ എന്ന ലാറ്റിൻ പേരിലറിയപ്പെടുന്ന മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്ത്? ജാബിർ ഇബ്നു ഹയ്യാൻ. മദ്ഹബിൻ്റെ 4 ഇമാമുമാരിൽ ഒരാൾ ജനിച്ചത് മദീനയിലാണ്. ആരാണത്? ഇമാം മാലിക്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിന് പറയുന്നത് എന്ത്? ത്വഹൂർ. മയ്യത്ത് നമസ്കാരത്തിന് അറബിയിൽ പറയുന്ന പേരെന്ത്? സ്വലാത്തുൽ ജനാസ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ. 1921 മലയാള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? IV ശശി. മുഹമ്മദ് സലാം ഫുട്ബോളർ, ഇമ്രാൻ ഖാൻ ക്രിക്കറ്റർ. ചിത്രത്തിൽ കാണുന്നത് ആരാണ്? മലാല യൂസുഫ്സായി. ഫലസ്തീൻ നേഴ്സായിരുന്ന ഈ യുവതി 2018 ജൂൺ 1 ഇസ്രായേലിയരുടെ ബോംബിനാൽ കൊല്ലപ്പെട്ടു. ഇവരുടെ പേരെന്ത്? റസാൻ അൽ നജാർ. ഖുർആൻ ലളിതസാരം എന്ന മലയാള പരിഭാഷ തയ്യാറാക്കിയത് ആരെല്ലാം? ഷെയ്ഖ് മുഹമ്മദ് കാരക്കോന്ന്, വാണിദാസ് എളയാവൂർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? മദീന. ഹിജ്റ എത്രാം വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്? ഹിജ്റ 13. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തതിലൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച വിശേഷണം ദുന്നൂറൈൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരിൽ നിന്ന് മോചിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ.
ഖാദിസിയ യുദ്ധം നടന്നത് ഏത് ഖലീഫയുടെ കാലത്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. കൂടുതൽ കാലം ഭരണം നടത്തിയ ഖലീഫയാര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? ഫൈറൂസ് അബൂ ലുഅ്ലു. ജമൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഖലീഫ ആര്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്നത് ആരുടെ ഭാര്യമാരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. സിദ്ദീഖ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ത്വാഹിറ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത് ഏത് ഭാര്യയിലാണ്? മാരിയത്തുൽ ഖുബ്തിയ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? സൈനബ് ബിൻ ഹുസൈമ റളിയല്ലാഹു അൻഹ. പ്രവാചക പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര്? ഹുവൈലിദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിവാഹം ചെയ്തത് ആരെയാണ്? മൈമൂന റളിയല്ലാഹു അൻഹ. ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് ആരെയാണ്? സൈനബ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആര്? ഹഫ്സ റളിയല്ലാഹു അൻഹ. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? മൗലാന മുഹമ്മദ് അലി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തൻ്റെ പത്രമായ അൽ അമീനിൽ ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞത് ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയത് ആരാണ്? ഹാജി സാഹിബ് എന്നറിയപ്പെടുന്ന VP മുഹമ്മദ് അലി. കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ച വർഷമേത്? 1922. ഹസനുൽ ബന്ന ഷഹീദായ വർഷമേത്? 1949.